ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടുത്ത ഒരു 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സീമ എൻജോയ്സ് ഡാഷ്. ആൻസർ എന്താ വരുന്നത്? വേഗം പറഞ്ഞേ. സീമ എൻജോയ്സ് റൈറ്റിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയത്? ഈ എൻജോയ്സിന് ശേഷം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വെർബിൻ്റെ ഒപ്പം ING കൂട്ടിയിട്ടാണ് പറയാം കേട്ടോ. അപ്പോൾ സീമ എൻജോയ്സ് റൈറ്റിംഗ് എന്നുള്ളതാണ് ആൻസർ. അപ്പം എൻജോയ്സ് മാത്രമാണോ? അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഡിസ്ലൈക്ക് ഉണ്ട്, പിന്നെ സജസ്റ്റ്, ഫിനിഷ്, അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വയ്ക്കുക കേട്ടോ. അവോയ്ഡ്, ഇതിനൊക്കെ ശേഷം നമ്മൾ വെർബിൻ്റെ ഒപ്പം ING കൂട്ടിയിട്ട് വേണം പറയാൻ കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത്, മോർ ദാൻ 2 ഗേൾസ് ഡാഷ് കം. വേഗം ആൻസർ പറഞ്ഞേ. മോർ ദാൻ 2 ഗേൾസ് ഡാഷ് കം. നമ്മുടെ ആൻസർ ഹാവ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും, മോർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ കോഡ് വെച്ച് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. 1-നേക്കാളും കൂടുതലാണെങ്കിൽ, മോർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ SS എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ SS എന്ന് പറഞ്ഞാൽ? സിംഗുലർ നൗണും സിംഗുലർ വെർബും ആണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ മോർ ദാൻ 1 ആണോ പറഞ്ഞിട്ടുള്ളത്? അല്ല, മോർ ദാൻ 2 ആണ്. അല്ലെങ്കിൽ 1-നേക്കാളും കൂടുതൽ വരുന്ന കേസുകളിലൊക്കെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് പ്ലൂറലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഹാവ് ആണ് വരിക കേട്ടോ. ഹാവ് ആണ്. അപ്പോൾ രണ്ടും മാറിപ്പോരുത് കേട്ടോ. അപ്പോൾ 2 തന്നെ വരണം എന്നില്ല, 2000 ആയാലും ഇതേപോലെ തന്നെയായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. മോർ ദാൻ 1 ആണെങ്കിൽ രണ്ടും സിംഗുലർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് യു. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് യു. എന്താ ആൻസർ വരുന്നത്? യെസ്, നമ്മുടെ ആൻസർ സീയിങ് ആണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തിയേ? കുറച്ച് വാക്കുകളുണ്ട് കേട്ടോ. അതായത് ഈ ലുക്ക് ഫോർവേഡ് ടു, പിന്നെന്താ നിങ്ങൾക്ക് അറിയാവുന്ന കുറേ വാക്കുകളുണ്ടല്ലോ. പറഞ്ഞാൽ ലുക്ക് ഫോർവേഡ് ടു, അക്കസ്റ്റംഡ് ടു, വിത്ത് എ വ്യൂ ടു, ഇറ്റ്സ് നോ യൂസ്, ഇറ്റ്സ് നോ ഗുഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ഇതേപോലത്തെ ഉള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വെർബിൻ്റെ ഒപ്പം ING കൂട്ടിയിട്ട് വേണം പറയാൻ. ഒന്നും കൂടി പറയാം കേട്ടോ. ലുക്ക് ഫോർവേഡ് ടു, പിന്നെ എന്തൊക്കെയാ? അക്കസ്റ്റംഡ് ടു, വിത്ത് എ വ്യൂ ടു, ഇറ്റ് ഇസ് നോ യൂസ്, ഇറ്റ് ഇസ് നോ ഗുഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ഇതിനൊക്കെ ശേഷം നമ്മൾ വെർബിൻ്റെ ഒപ്പം ING കൂട്ടിയിട്ടായിരിക്കും പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഐ ടുക്ക് മൈ റെയിൻ കോട്ട് ഇൻ കേസ് ഇറ്റ് ഡാഷ് റെയിൻ. അപ്പോൾ ഇൻ കേസിൻ്റെ ഒരു പ്രയോഗമാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഐ ടുക്ക് മൈ റെയിൻ കോട്ട് ഇൻ കേസ് ഇറ്റ് ഡാഷ് റെയിൻ. വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. എന്താ നമ്മുടെ ആൻസർ വരുന്നത്? യെസ്, നമ്മുടെ ആൻസർ ഷുഡാണ്. എങ്ങനെയാണ് മനസ്സിലായേ ഷുഡാണെന്ന്? അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ ഇൻ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ മുമ്പിൽ ഏത് ടെൻസാണോ വരുന്നത്? ഇവിടെ ഏത് ടെൻസാണ് വന്നിട്ടുള്ളത്? V2 ആണ് അല്ലേ. എങ്ങനെ മനസ്സിലായി? ടേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണോ ടുക്ക് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇൻ കേസിന് മുമ്പ് V2 ഫോം ഓഫ് ദി വെർബാണ് വരുന്നതെങ്കിൽ ഇൻ കേസിന് ശേഷം എങ്ങനെയാണ് വരിക? അതേപോലെ തന്നെ V2 ഫോം തന്നെ വരണം. അതായത് നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരണം അല്ലേ. അപ്പോൾ 4 ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണ്. വില്ല് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണോ? അല്ല, ഇതുമല്ല, മേയുമല്ല, ഷുഡാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇൻ കേസിന് മുമ്പ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷവും വരുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയാണ്. ഇനി ഇൻ കേസിന് മുമ്പ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷം എന്ത് വരണം? അതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെ വരണം. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നോ സൂണർ ഡിഡ് ഐ റീച്ച് ദി സ്റ്റേഷൻ ഡാഷ് ദി ട്രെയിൻ ലെഫ്റ്റ്. എന്താ ആൻസർ വരുന്നത്? സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോ സൂണർ ദാൻ അല്ലേ. നോ സൂണർ ദാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതായിരിക്കും. അതൊരു പ്രയോഗമാണ് കേട്ടോ, നോ സൂണർ ദാൻ. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ദാൻ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വി ഡാഷ് ഈച്ച് അതർ ഫോർ 5 years. എന്താ ആൻസർ വരിക? വി ഡാഷ് ഈച്ച് അതർ ഫോർ 5 years. അപ്പോൾ 4 നമ്മൾ കണ്ടു. നമുക്കറിയാം സിൻസും 4 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ ടെൻസിൻ്റെ ക്ലാസ് പഠിപ്പിച്ചതെന്നാണ് കേട്ടോ. ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അത് നമുക്കറിയാം. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. ഒന്നല്ലെങ്കിൽ ഹാവ് നോൺ അല്ലെങ്കിൽ ഹാവ് ബീൻ നോയിങ് ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ നോടൊപ്പം നമ്മൾ ING കൂട്ടിയിട്ട് പറയില്ല കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് വാക്കുകൾ പഠിച്ചിട്ടില്ലേ, സ്റ്റാറ്റിക് വേർബ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ലുക്ക്, ടേസ്റ്റ്, സ്മെല്ല്, ഇതിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ സാധാരണ ING കൂട്ടിയിട്ട് പറയില്ല. ലവ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. അപ്പോൾ ഇതെന്തായാലും നമ്മൾ യൂസ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ ക്യാൻസൽ ചെയ്തു. പിന്നെ ഏതാ വരുന്നത്? ഹാവ് നോൺ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ബൈ ദിസ് ടൈം ടുമാറോ ഐ ഡാഷ് ദി ജോബ്. ആൻസർ യെസ്, വിൽ ഹാവ് ഫിനിഷ്ഡ് ആണ്. വിൽ ഹാവ് ഫിനിഷ്ഡ്.
ഞാനപ്പോൾ അതൊരു ക്ലൂ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കും പിന്നെ ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഏത് ടെൻസ് ആയിരിക്കും വരിക? ഒന്നല്ലെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നാളെ ഈ സമയത്ത് ഞാൻ ആ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാലോ വിൽ ഹാവ് ഫിനിഷ്ഡ് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടിന്യൂ ചെയ്യുന്ന കേസുകളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ബൈ പിന്നെ ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അവിടെ മിക്ക കേസുകളിലും വരുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് തന്നെയായിരിക്കും വരിക. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഷീ ഹാഡ് എബിലിറ്റി ഷീ ഡാഷ് ദിസ് പ്രോബ്ലം. എന്തായിരിക്കും ആൻസർ വരുന്നത്? ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ട് പറഞ്ഞേ. ഇഫ് ഷീ ഹാഡ് എബിലിറ്റി ഷീ ഡാഷ് ദിസ് പ്രോബ്ലം. നമ്മുടെ ആൻസർ കുഡ് സോൾവ് ആണ്. ഇഫ് ഷീ ഹാഡ് എബിലിറ്റി ഷീ കുഡ് സോൾവ് ദിസ് പ്രോബ്ലം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കുഡ് സോൾവ് എന്നുള്ള ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് പറയാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇഫ് ഷീ ഹാഡ് എബിലിറ്റി, ഈ ഹാഡിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? എബിലിറ്റി എന്നുള്ള വാക്കാണ് വന്നിട്ടുള്ളത്. അല്ലാണ്ട് V3 ഫോം പോലും വന്നിട്ടുണ്ടോ? V3 ഫോം പോലും ആണോ ഈ എബിലിറ്റി എന്ന് പറയുന്നത്? അല്ല. അപ്പോൾ നമുക്കറിയാം ഇതെന്തായാലും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? ഈ ഹാഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാസ് ഹാവിൻ്റെ ഒക്കെ പാസ്റ്റ് ടെൻസ് ആണ് ഈ ഹാഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ഏത് കണ്ടീഷനിൽ വരുന്നതാണ്? ഇഫ് ക്ലോസിനകത്തുള്ള സെക്കൻഡ് കണ്ടീഷനിൽ വരുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, അപ്പോൾ ഇഫ് ഷീ ഹാഡ് എബിലിറ്റി എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഈ ഭാഗം എങ്ങനെയായിരിക്കും വരുന്നത്? കുഡോ വുഡോ ഷുഡോ അതിനൊക്കെ ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യും? V1 ഫോം തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? സോൾവ്. ഓക്കെ അല്ലേ? ഇഫ് ഷീ ഹാഡ് എബിലിറ്റി ഷീ കുഡ് സോൾവ് ദിസ് പ്രോബ്ലം. അപ്പോൾ പലരും വിചാരിക്കും ഈ പറഞ്ഞ പോലെ ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും ഈ പറഞ്ഞ പോലെ ഹാവ് വരും അല്ലേ? വുഡ് ഹാവ് സോൾഡ് ആ ഒരു തരത്തിൽ, അല്ലെങ്കിൽ കുഡ് ഹാവ് സോൾഡ് എന്നുള്ള രീതിയിലൊക്കെ വരും എന്ന് വിചാരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹാഡിന് ശേഷം V3 ആണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. V3 ആണെങ്കിൽ മാത്രം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആൻസറിലേക്ക് എത്തും. അല്ലെങ്കിൽ ഏതായിരിക്കും നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ, ഇഫ് ക്ലോസിൻ്റെ സെക്കൻഡ് കണ്ടീഷൻ ആയിരിക്കും വരുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ വിൽ ടേക്ക് എൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് ഡാഷ്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തായിരുന്നു. ഇന്ന് വേഗം പറഞ്ഞേ, ഇൻ കേസിന് മുമ്പ് എന്താ വന്നിട്ടുള്ള? വില്ലാണ് വന്നേക്കുന്നത്. ഓക്കെ, ഐ വിൽ ടേക്ക് എൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് ഡാഷ്. നമുക്ക് ഈ വില്ല് കണ്ടപ്പോൾ മനസ്സിലായി എന്താ? ഫ്യൂച്ചറാണ് അല്ലേ? അപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് ഒരു ഭാഗം ഫ്യൂച്ചർ ആയിട്ടുണ്ടെങ്കിൽ മറ്റേ ഭാഗം എങ്ങനെയായിരിക്കും? ഫ്യൂച്ചറും നമ്മുടെ പ്രസൻറ്റ് ടെൻസും ആയിട്ടൊരു റിലേഷൻ ഉണ്ട് അല്ലേ? അപ്പം ഞാനിവിടെ റെയിൻഡ് മാറ്റാണ്, കാരണം ഫ്യൂച്ചറും പാസ്റ്റും തമ്മിലൊരു കണക്ഷൻ വരുന്നില്ല. റെയിനിങ് മാറ്റാണ്, കണ്ടിന്യൂസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇറ്റ് അനുസരിച്ചിട്ടായിരിക്കും ഇനി ഞാൻ ബാക്കി ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് സിംഗുലർ ആണല്ലോ. സിംഗുലർ ആണെങ്കിൽ ഞാൻ റെയിൻ ആണോ റെയിൻസ് ആയിരിക്കും എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ആലോചിച്ച് നോക്കിയേ, ഇറ്റ് സിംഗുലർ ആണ്, അപ്പോൾ റെയിൻസ് ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? സോ റെയിൻസ്. ഐ വിൽ ടേക്ക് എൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻസ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഫ്യൂച്ചർ വരികയാണെങ്കിൽ ഇവിടെ വരുന്ന എന്തായിരിക്കും? ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും വരിക. ഇൻ കേസിന് മുമ്പ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷവും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും വരിക. ഇൻ കേസിന് മുമ്പ് സപ്പോസ് ഇവിടെ ടുക്കായിരുന്നുവെങ്കിൽ ഇൻ കേസിന് ശേഷം എന്തായിരിക്കും വരിക? റെയിൻഡ്, അതായത് V2 ഫോം തന്നെ വരണം. ഇവിടെ റെയിൻഡ് വന്നേനെ. മനസ്സിലായോ? ഒന്നുമില്ല. ഇൻ കേസിന് മുമ്പ് V1 ആണെങ്കിൽ ഇൻ കേസിന് ശേഷം V1. ഇൻ കേസിന് മുമ്പ് V2 ആണെങ്കിൽ ഇൻ കേസിന് ശേഷം V2. ഇൻ കേസിന് മുമ്പ് ഫ്യൂച്ചർ ആണെങ്കിൽ ഇൻ കേസിന് ശേഷം എന്താ? നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയായിരിക്കും വരുന്നത്. ക്ലിയർ ആയി വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ വുഡ് റാദർ ഡാഷ് ചെസ് ദാൻ സ്ലീപ്പ്. ഇവിടെ എന്താ ആൻസർ വരുന്നത്? ഐ വുഡ് റാദർ ഡാഷ് ചെസ് ദാൻ സ്ലീപ്പ്. നമ്മുടെ ആൻസർ പ്ലേ ആണ്. നമുക്കറിയാം വുഡ് റാദറിനൊക്കെ ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? V1 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. പ്ലേ ആണ് യൂസ് ചെയ്യുക അല്ലേ? ഇനി അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഐ വുഡ് റാദർ യു ഡാഷ് ചെസ് ദാൻ സ്ലീപ്പ്. അപ്പോൾ ഇത് രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണോ? അല്ല, കാരണം ഇവിടെ വുഡ് റാദറിന് ശേഷമാണ് ഡാഷ് വന്നിട്ടുള്ളത്. ഇവിടെ എന്താ? വുഡ് റാദറിന് ശേഷം ഇവിടെ വേറൊരാളിരിക്കുന്നുണ്ട് കേട്ടോ, യു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വുഡ് റാദറിന് ശേഷം ഒരു സബ്ജക്റ്റും കൂടെ ഇവിടെ വന്നേക്കാണ്. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? നമ്മുടെ റൂൾ അങ്ങ് മാറും. നമ്മളൊരു EDയും കൂടെ കൂട്ടി പറയാം, അതായത് V2 ഫോം വേണം യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? പ്ലേഡ് ആണ്. മനസ്സിലായോ? അപ്പോൾ വെറുതെ വുഡ് റാദർ ആണെങ്കിൽ V1 ഫോമും വുഡ് റാദറിന് ശേഷം ഒരു സബ്ജക്റ്റും കൂടെ വരികയാണെങ്കിൽ അതിന് ശേഷം യൂസ് ചെയ്യുന്നത് V2 ഫോം ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും, പക്ഷേ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ തലേ ദിവസമോ ഒക്കെ ജസ്റ്റ് അതൊന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ നിന്നോളും. അപ്പം നോട്ട് ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം.
ഹി യൂസ് ടു ഡാഷ് ടി വി. എന്താ ആൻസർ വരുന്നത്? ഹി യൂസ് ടു ഡാഷ് ടി വി. വാച്ചാണ് നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. കറക്റ്റാണ്. ഹി യൂസ് ടു വാച്ച് ടി വി എന്ന് തന്നെയാണ് നമ്മൾ പറയുക കേട്ടോ. ഹി യൂസ് ടു വാച്ച് ടി വി എന്ന് പറഞ്ഞാൽ അവൻ മുമ്പ് ടി വി വാച്ച് ചെയ്യുമായിരുന്നു, അത് അവൻ്റെ ഒരു മുമ്പത്തെ ഒരു ശീലം എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഹി യൂസ് ടു വാച്ച് ടി വി. അതേസമയം ഇവിടെ നോക്കിയേ, ഹി ഇസ് യൂസ് ടു ആണ് വന്നതെന്ന് വിചാരിക്കുക. ഹി ഇസ് യൂസ് ടു ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? വാച്ച് തന്നെയാണ് നമ്മുടെ വെർബ് എന്ന് വിചാരിക്കുക കേട്ടോ. അവിടെ നമ്മുടെ വരുന്ന ആൻസർ എന്തായിരിക്കും? ഹി ഈസ് യൂസ് ടു വാച്ചിങ് ടി വി എന്ന് വേണം പറയാൻ കേട്ടോ. ഹി ഈസ് യൂസ് ടു വാച്ചിങ് ടി വി. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ എന്താ, യൂസ് ടുവിന് മുമ്പ് ഒരു ബി ഫോം വന്നിട്ടുണ്ട്. ബി ഫോം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇസ്, ആർ, ആം അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ആൾക്കാർ, വാസ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ശേഷം എന്ത് കൂട്ടിയിട്ട് പറയണം? ING കൂട്ടിയിട്ട് പറയണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഹി ഈസ് യൂസ് ടു വാച്ചിങ് ടി വി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ ഒരു ശീലം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇതാണെങ്കിൽ അവന് മുമ്പത്തെ ഒരു ശീലം എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇതാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ശീലം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തരത്തിലാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതേപോലെയുള്ള ആൾ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ ING കൂട്ടിയിട്ട് പറയാം, അല്ലെങ്കിൽ വെറുതെ നമ്മൾ V1 ഫോം അങ്ങ് യൂസ് ചെയ്താൽ മതി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഇവിടെ വരുന്ന ആൻസർ എന്താ? ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ് കേട്ടോ. അപ്പോൾ പലരും ചിലപ്പോൾ നോ ആർട്ടിക്കിളിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കേസും കൂടെ ഞാനിവിടെ ഒന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. സപ്പോസ് കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു എന്ന് വിചാരിച്ചോളൂ. കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ സാധാരണ ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യില്ല. ഇതാണ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്നത് കേട്ടോ. അതായത് ഒരു സ്ഥലത്തിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി എന്നുള്ള വാക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി എന്ന വാക്ക് വരുന്നതെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യില്ല. പക്ഷേ ഈ കേസ് നോക്കിയേ, ഇവിടെ അങ്ങനെയാണോ വന്നിട്ടുള്ളത്? കേരളയല്ല മുമ്പ് വന്നിട്ടുള്ളത്, ഇവിടെ യൂണിവേഴ്സിറ്റിയാണ് ആദ്യം വന്നിട്ടുള്ളത് അല്ലേ. ഈ കേസിലാണെങ്കിൽ സ്ഥലമാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ആദ്യം കയറി വരികയാണെങ്കിൽ അതിന് മുമ്പിൽ നമുക്ക് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാം കേട്ടോ. ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കറക്റ്റാണ്. പക്ഷേ സ്ഥലമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിലോ ആണ് തുടങ്ങുന്നതെങ്കിൽ, അതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി വരുന്നതെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹെർ ക്യാരക്ടർ ഇസ് ഡാഷ് ബെറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹെർ ക്യാരക്ടർ ഇസ് ഡാഷ് ബെറ്റർ. ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? യെസ്, റാദർ ആണ്. പലരും ഫെയർലി ചിലപ്പം എഴുതി വെച്ചിട്ടുണ്ടാവും. ഒന്ന് ആലോചിക്കുക, ഈ ബെറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ഫെയർലി യൂസ് ചെയ്യില്ല കേട്ടോ. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ഫെയർലി യൂസ് ചെയ്യില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റാദർ തന്നെയായിരിക്കും. അപ്പം നമുക്കറിയാം ഈ ഫെയർലിയൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് നല്ല കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരുന്ന കേസുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഫെയർലി യൂസ് ചെയ്യുന്നത്. പക്ഷേ കമ്പാരിറ്റീവിനകത്ത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് റാദർ തന്നെയായിരിക്കും. അവിടെ ഫെയർലി യൂസ് ചെയ്യില്ല. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹെർ ക്യാരക്ടർ ഇസ് ഡാഷ് ടു ബാഡ്. ഇവിടെയും നമ്മുടെ ആൻസർ റാദർ തന്നെയാണ്. കാരണം ഈ ടു എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് വരുമ്പോഴും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റാദർ തന്നെയാണ് കേട്ടോ. ഹെർ ക്യാരക്ടർ ഇസ് റാദർ ടു ബാഡ്. അപ്പോൾ ടു വരുമ്പോൾ ശ്രദ്ധിക്കണേ, ഫെയർലി യൂസ് ചെയ്യില്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് റാദർ തന്നെയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഹി ഈസ് ഡാഷ് റിച്ച്. ഫെയർലി ആണോ റാദർ ആണോ? ഇവിടെ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, ഫെയർലി ആണ്. കാരണം ഇവിടെ പ്രത്യേകിച്ച് ടു എന്നോ അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഫോമോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ നല്ല ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെയർലി റിച്ച് ആണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? കമ്പാരിറ്റീവ് വരുമ്പോഴാണ് കേട്ടോ. ഇതേപോലെ കമ്പാരിറ്റീവ് വരുമ്പോൾ അതേപോലെ തന്നെ ടു ഒക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് റാദർ ആയിരിക്കും. ഇവിടെ എന്താ വരുന്നത്? ഹീ ഈസ് ഡാഷ് പുവർ എന്ന് പറഞ്ഞു വരുമ്പോൾ എന്താ ആൻസർ വരുന്നത്? ഹീ ഈസ് റാദർ പുവർ അല്ലേ. ഇത് നമ്മൾ പുവർ എന്ന് പറയുമ്പോൾ ഇത്തിരി പൈസ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് റാദർ ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമ്പാരിറ്റീവ് ഫോം വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ റാദർ യൂസ് ചെയ്യും. ടു വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതും റാദർ ആയിരിക്കും. പിന്നെ കമ്പാരിറ്റീവ് അല്ലാത്ത കേസുകളിലൊക്കെ വന്നിട്ട് എന്താ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഫെയർലിയും, പിന്നെ അത്ര പോസിറ്റീവ് അല്ലാത്ത കേസുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ റാദർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വൺ ഓഫ് ഹിസ് ടു സൺസ് രഘുസ് ദ ഡാഷ്. ഇവിടുത്തെ ആൻസർ എന്താ? വൺ ഓഫ് ഹിസ് ടു സൺസ് രഘുസ് ദി ടോളർ ആണ്. അപ്പോൾ ഇവിടെ ദ കണ്ടു എന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പോയിട്ട് ടോളസ്റ്റ് കുത്താനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് പേര് തമ്മിലുള്ള കമ്പാരിസണാണ് അല്ലേ.
2 സൺസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 പേര് തമ്മിലുള്ള കമ്പാരിസൺ വരുമ്പോൾ അവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ദ പ്ലസ് കമ്പാരിറ്റീവ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ദ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കമ്പാരിറ്റീവ് ഫോം ടോളർ ആണ് യൂസ് ചെയ്യുക. അതേസമയം നമ്മൾ എപ്പോഴാണ് ഈ ടോളസ്റ്റ് യൂസ് ചെയ്യുന്നത്? സൂപ്പർലേറ്റീവ് ഫോം വരുമ്പോഴാണ്. അതായത് 3 പേരെങ്കിലും മിനിമം വേണം കേട്ടോ. 3 പേരെങ്കിലും തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കമ്പാരിസൺ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ സൂപ്പർലേറ്റീവിലേക്ക് പോകുന്നത്. ഇവിടെ അതല്ലല്ലോ, 2 പേരല്ലേ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, 2 പേരുള്ള കമ്പാരിസൺ ആണെങ്കിൽ ദ പ്ലസ് കമ്പാരിറ്റീവ് ഫോം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കുമ്പോൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്.